കേരളത്തിൽ CPM അവരുടെ നഷ്ടപ്പെട്ട സീറ്റുകൾ, നഷ്ടപ്പെട്ട ജനപിന്തുണ പിടിച്ചെടുക്കാനുള്ള തീവ്ര യത്നത്തിലാണ്. എന്തായിരിക്കും അവരുടെ സ്ട്രാറ്റജി? നഷ്ടപ്പെട്ട അവരുടെ ജനപിന്തുണ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജിയുടെ ആദ്യ വെടി അവർ പൊട്ടിച്ചു കഴിഞ്ഞു. അതായത് ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞല്ലോ, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവർ പെട്ടെന്ന് പഠന റിപ്പോർട്ട് പുറത്തുവിട്ടു. അതായത് ഇലക്ഷൻ റിസൾട്ടിനെ വിശകലനം ചെയ്യുന്നത് ജനങ്ങളെ ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എന്നുള്ളതല്ല, ന്യൂനപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് ആ വാചകത്തിലുണ്ട് ന്യൂനപക്ഷം എന്നുള്ളത്. അപ്പൊ ന്യൂനപക്ഷത്തിന് വിശ്വാസം എടുത്തില്ല എങ്കിൽ ഭൂരിപക്ഷം അവർക്കെതിരെ വോട്ട് ചെയ്യുന്നതാണോ ഇവർ പറയുന്നത്? അവർ പറയേണ്ടത് ഭൂരിപക്ഷം, അതിൽ ന്യൂനപക്ഷം എന്ന്, അതായത് അതിനെ മത സാമുദായിക സമവാക്യങ്ങളുടെ ചതുരക്കൂട്ടിലേക്ക് കൊണ്ടുവരരുത്. ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ, ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടിയല്ലേ, അവരങ്ങനെയല്ല ഇത് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അവർ പറഞ്ഞത് എന്താണെന്നറിയോ? ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞ ഒരു മതവിഭാഗം അവരുടെ വിശ്വാസം ഏറ്റെടുക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല എന്ന രീതിയിലാണ്. എത്രമാത്രം മ്ലേച്ഛമായ, മോശമായ, അരാജകത്വപരമായ ഒരു കാഴ്ചപ്പാടാണ് ഒരു പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെയാണോ ഇലക്ഷനിൽ ഒരു സമയം സ്വീകരിക്കേണ്ടത്? ഇവിടെ മതം നോക്കിയാണോ വോട്ട് ചെയ്യുന്നത്? സമുദായം നോക്കിയാണോ വോട്ട് ചെയ്യുന്നത്? അങ്ങനെയാണല്ലേ ഇപ്പൊ CPM പറഞ്ഞു വെക്കുന്നത്. അത് പറയുന്നതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട്. അതായത് കേരളത്തില് ന്യൂനപക്ഷ സംഗമം എന്ന് പറഞ്ഞൊരു സംഗമം വർഷങ്ങൾക്ക് മുൻപ്, എന്റെ ഓർമ്മയിൽ അത് അച്യുതാനന്ദൻ ഗവൺമെന്റിന് ശേഷമാണെന്നാണ് എന്റെ ഓർമ്മ. ആലപ്പുഴയിൽ അത് പിന്നെ ഇവിടെ മലപ്പുറത്തോ എവിടെ വെച്ച് ഒരു സംഗമം നടത്തി, ന്യൂനപക്ഷ സംഗമം എന്ന് പറഞ്ഞൊരു മതസംഗമം നടത്തി. ഒരു രാഷ്ട്രീയത്തിൽ ഒരു വിഭാഗത്തെ പ്രത്യേകം അവർക്ക് വേണ്ടി ഒരു സമ്മേളനമോ സംഗമമോ നടത്തുകയാണോ ഗവൺമെന്റ് ചെയ്യേണ്ടത്, അല്ലെ പാർട്ടി ചെയ്യേണ്ടത്? അവരെ മുഖ്യധാരയിൽ ഇല്ലെങ്കിൽ ഭരണം കിട്ടുമ്പോൾ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ്. പട്ടികജാതി സംഗമം നടത്തിയിട്ടുണ്ട്. സാർ കേട്ടിട്ടില്ലേ, വായിച്ചിട്ടില്ലേ? പിന്നെ കേരളത്തിൽ പട്ടികജാതി, അതായത് ആൾക്കാരെ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് ഇനം തിരിച്ച് മാറ്റി മാറ്റി സംരക്ഷണം ഈ സംഗമം നടത്തി. ശബരിമല സംഗമം നടത്തി. എന്തേ ക്രിസ്ത്യൻ വിഭാഗത്തെ ഉൾപ്പെടുത്തിയ ഒരു സംഗമം നടത്തിയില്ല? ക്രിസ്ത്യാനികൾ ഈ നാട്ടിലെ ജനങ്ങളല്ലേ. അപ്പൊ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അതേപോലെ തന്നെ ദളിതരെയും എന്ന രീതിയിൽ 3 ഭാഗത്തേക്ക് കോർണർ ചെയ്ത് സമ്മേളനം നടത്തിയ പാർട്ടിയാണത്. ഇതുകൊണ്ട് തീർന്നില്ല, മലബാർ സംഗമം എന്ന് പറഞ്ഞ് മറ്റൊരെണ്ണം കൂടെ നടത്തി. അതും സാറ് നമ്മളുടെ പൊതുസമൂഹം അക്കാലത്ത് ചർച്ച ചെയ്തതാണ്. CPM പറയുന്നത് എന്താണ്? അവരെന്ത് സെക്യുലർ ആണെന്നോ അല്ലെന്നോ? സാർ എന്താ കേട്ടിരിക്കുന്നത്? സെക്യുലർ ആണെന്നല്ലേ? അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും ഒരുപോലെ കണക്കാക്കുന്ന, എല്ലാ മതങ്ങളെയും മയക്കുമരുന്നായിട്ട് കണക്കാക്കുക. അതിന്റെ പ്രത്യേക ശാസ്ത്രം, അതിന്റെ ഐഡിയോൾ. മതങ്ങളിൽ വിശ്വസിക്കുന്നില്ല പാർട്ടി. ന്യൂനപക്ഷം വീർപക്ഷം എന്നൊരു വേർതിരിവേതില്ല. തൊഴിലാളി വർഗം, മുതലാളി വർഗം, ചൂഷണം ചെയ്യപ്പെടുന്നവരും ചൂഷണം നടത്തുന്നവരും എന്നുള്ള ഒരൊറ്റ സങ്കല്പം മാത്രമേ ഉള്ളൂ. അവരുടെ ആദർശം എന്ന് പറഞ്ഞാൽ പ്രോളിറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പ് അല്ല, ന്യൂനപക്ഷത്തിൻ്റെയോ ഭൂരിപക്ഷത്തിൻ്റെയോ ഡിക്റ്റേറ്റർഷിപ്പ് അല്ല. EMS അതിശക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരെ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കക്ഷി പിരിച്ചുവിട്ടിട്ട് നിങ്ങളെല്ലാം ഞങ്ങൾ CPM-ലേക്ക് വരിക എന്ന് പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. മതനിരപേക്ഷതയുടെ ഭാഗമായിട്ടുള്ളതാ. ആ അക്ഷരങ്ങളും വാക്കുകളും ഒക്കെ ഏറെയുണ്ടെങ്കിലും അത് പാർട്ടി വിഴുങ്ങി എന്നാണ് തോന്നുന്നത്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ അടുത്ത ഇലക്ഷനിൽ, അതായത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളെ ഒപ്പം കൂടണമെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു ഗവൺമെന്റ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണയാണ് ഒരേപോലെ നേടിയെടുക്കേണ്ടത്. ഒരു വിഭാഗത്തിന്റെ പിന്തുണ നേടാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് വേണ്ടി പല വിട്ടുവീഴ്ചകളും ചെയ്യും. ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന അന്തർധാര എന്തെന്നറിയാം, SDPA-യുടെ പിന്തുണ. അത് വലിയ അപകടമല്ലേ? ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, കോൺഗ്രസും വാങ്ങിച്ചിട്ടുണ്ട്, CPM-ഉം വാങ്ങിച്ചിട്ടുണ്ട്. BJP മാത്രമേ വാങ്ങിക്കാതുള്ളൂ SDPA-യുടെ പിന്തുണ. അതെ, അതല്ലേ യഥാർത്ഥ വർഗീയത. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രസ്താവന നടത്തി. അതായത് കർണാടകയില് അനധികൃതമായ കെട്ടിടങ്ങൾ നിർമ്മിച്ചതിനെതിരെ കർണാടകയിലെ ഗവൺമെന്റ് ഇവരുടെ സഖ്യകക്ഷിയാണെന്ന് ഓർക്കണം. ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷിയായ കർണാടകയിലെ ഗവൺമെന്റ് അവിടെ അനധികൃതമായിട്ട് ഗവൺമെന്റ് സ്ഥലത്ത് കൊണ്ടുവന്ന കെട്ടിടങ്ങൾ ഇടിച്ചു നിർത്തി. ഉടനെ മുഖ്യമന്ത്രി ന്യൂനപക്ഷങ്ങളുടെ കെട്ടിടങ്ങൾ ഇടിച്ചു നിർത്തുന്നു എന്ന രീതിയിൽ അതിൽ പ്രതികരിച്ചു. ന്യൂനപക്ഷങ്ങൾ നന്നാവുന്നതിൽ ഒരു താല്പര്യമുള്ള മുഖ്യമന്ത്രിക്ക് എന്നാണ് എനിക്ക് എൻ്റെ അർത്ഥം. അത് DK ശിവകുമാർ നല്ലപോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കർണാടകത്തിലെ കാര്യങ്ങളിലൊന്നും താനിടപെടണ്ട, ഞങ്ങൾ നോക്കണ്ട. അവിടെ എന്താ ചെയ്യുന്നതെന്നറിയാമോ? വർഷങ്ങളായിട്ട്, ദശാബ്ദങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, അവിടെ നിന്ന് ഒഴിഞ്ഞു മാറണം, ഞങ്ങൾക്ക് അവിടെ നിരത്തി നല്ല വൃത്തിയാക്കി നല്ല വീടുകൾ നിങ്ങൾക്ക് വെച്ച് തരാം. ഇതില്ലേ ചേരികളിൽ കഴിയുന്ന പോലെ ധാരാവിയാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുകയാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഈ കേരളത്തിന്റെ ഈ
മൊത്തത്തിലുള്ള സ്ഥിതിഗതി മാറ്റിയത് എന്താണെന്ന് അറിയാം. EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഉള്ള മന്ത്രിസഭ മലപ്പുറം ഒരു ജില്ലയായിട്ട് അനുവദിച്ചു കൊടുത്തത് മുതലാണ് തുടങ്ങിയത്. ഈ മതസൗഹാർദ്ദം നഷ്ടപ്പെട്ടത് അതിൽ നിന്നാണ്. മനസ്സിലായോ? ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുക ഒരു മതവിഭാഗം എന്ന് പറയുമ്പോൾ ഒരു സംഘടിത ശക്തിയാകും. ആ മതത്തിന്റെ പിന്നാലെ കൂടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. ലീഗിന് മന്ത്രിസ്ഥാനം കൊടുത്തു. ആദ്യമായിട്ട് കൊടുത്തത് ഇടതുപക്ഷമാണ്. അതെ, അതിനു മുമ്പ് സ്പീക്കർ സ്ഥാനം വരെ അവർക്ക് കൊടുത്തിരുന്നുള്ളൂ. അവർക്ക് കൊടുക്കരുതെന്നല്ല പറയുന്നത്. ഒരു ഡെമോഗ്രാഫി എന്ന് പറയുന്ന ഒരിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വർഗീയപരമായ ഒരു രാഷ്ട്രീയത്തിൽ ലീഗിന്റെ രാഷ്ട്രീയം വർഗീയമാണെന്ന് പേരിലും പ്രവർത്തനത്തിലും എല്ലാത്തിലും അറിയാം. അവരെ മന്ത്രിസഭയിലേക്ക് ആദ്യമേ ഇൻവൈറ്റ് ചെയ്ത് കോൺഗ്രസ് അല്ല ഈ ഇടതുപക്ഷമാണെന്ന് നോക്കണം. എന്നിട്ടാണ് അവർ പുരപ്പുറത്ത് കയറി നിന്നുകൊണ്ട് മതേതരത്വം പറയുന്നത്. ഇവര് ഇടതുപക്ഷത്തിന്റെ എല്ലാ പ്രസംഗവും ഞാൻ കേൾക്കാറുണ്ട് പൊതുവെ. അത് വലിയ കൗതുകമുള്ള ഒരു കാര്യമാണ്. ഈ പ്രസംഗം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ആദ്യത്തെ വാചകം കീവേഡ് സ്റ്റാർട്ടിംഗ് വേർഡ് കേരളത്തിലെ മത നിരപേക്ഷ സമൂഹത്തിന് വേണ്ടി വർഗീയതയ്ക്കെതിരെ പോരാടും. എന്തിനീ വർഗീയത എന്ന് പറയാം? ഇവിടെ തീവ്രവാദമുണ്ട്, ഇവിടെ വർഗീയതയുണ്ട്. കേരളത്തിലെ ഏറ്റവും ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളുമുള്ള പാർട്ടി CPM ആണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ വർഗീയ പാർട്ടി CPM. മലപ്പുറം ജില്ല അനുവദിച്ചു കൊടുത്തത്. ഒരു വിഭാഗം ജനങ്ങൾ ഒരു ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യല്ല. ഇന്ത്യയുടെ ഏത് മണ്ണും ഏത് ഭാഗവും എല്ലാവർക്കും തുല്യമായിട്ട് തുല്യവരണം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിത്തീരും? അതൊരു വലിയ ഒരു ഇലക്ഷൻ ശക്തിയായിട്ട് തീരുക, തെരഞ്ഞെടുപ്പിലെ ശക്തി. അതിന്റെ പിന്നാലെ മറ്റുള്ളവർ കൂടുക. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇടതുപക്ഷങ്ങൾ സംസാരിക്കുമ്പോൾ മൊത്തം പറയുന്ന ഒരു വാചകമുണ്ട്, ഞങ്ങൾ ഉള്ളത് കൊണ്ടാണ് കേരളത്തിൽ വർഗീയ കലാപങ്ങൾ നടക്കാത്തത്. ഇവരിവിടെ ഉള്ളപ്പോൾ തന്നെയല്ലേ മാറാട് കലാപം നടന്നത്? ഇവരിവിടെ ഉള്ളപ്പോൾ തന്നെയല്ലേ അധ്യാപകന്റെ കൈവെട്ടിയത്? പൂന്തുറ കലാപം. ഇവരിവിടെ ഉള്ളപ്പോൾ തന്നെയല്ലേ ഈ പറഞ്ഞ പൂന്തുറ കലാപം ഉണ്ടായത്? ഇവരുടെ ഉള്ളപ്പോൾ തന്നെയല്ലേ SDPI ഇവിടെ വളർന്നു പന്തലിച്ചത്? ഇവരിവിടെ ഉള്ളപ്പോൾ തന്നെ അല്ലേ? കേരളത്തില് മറ്റൊരു കാര്യം കൂടെയുണ്ട്. കേരളത്തിൽ CPM ഏറ്റവും കൂടുതൽ കൊന്നിരിക്കുന്ന ആരെയാ? ഹിന്ദുക്കളെ തന്നെയാണ്. ഹിന്ദുക്കളെ CPM-ലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. CPM-കാർ ഹിന്ദുക്കളെ മറ്റ് RS-നെയും കൊന്നിട്ടുണ്ട്. അപ്പൊ ഇവര് ഇപ്പൊ പ്രതീക്ഷിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കിയാൽ അടുത്ത ഇലക്ഷനിൽ വേരോടെ ഈ പറയുന്ന ന്യൂനപക്ഷത്തെ ഇവരിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ്. പക്ഷെ ന്യൂനപക്ഷം എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള ഒരു വോട്ടേഴ്സ് എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? അവര് മതപരമായി തന്നെയാണ് ചിന്തിക്കുന്നത്. മതമാണ് പ്രശ്നം അവർ സത്യസന്ധമായിട്ട് സമൂഹത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ആ വിളിച്ചു പറഞ്ഞത് കേട്ടിട്ടും ബദിരകർണങ്ങളാണ് എന്ന രീതിയിൽ അത് കേൾക്കാതിരിക്കുമ്പോഴും അവർക്ക് എങ്ങനെ വോട്ട് ചെയ്യണമെന്നറിയാം. ഉദാഹരണം, അവർ UDF-ന് വോട്ട് ചെയ്യും. UDF-ന് വോട്ട് ചെയ്തുള്ള ഗുണം എന്താണെന്ന് അവർക്കറിയാം. UDF-ന് വോട്ട് ചെയ്താൽ അവർക്ക് ഭരണമാണ് കിട്ടുന്നത്. മറിച്ച് LDF-ന് വോട്ട് ചെയ്താൽ പരിമിതമായ സ്വാതന്ത്ര്യമാണ് കിട്ടുന്നത്. ഏതാ നല്ലത്? ഭരണമല്ലേ? അപ്പൊ എന്ത് തന്നെയായാലും അവർ UDF-നെ വോട്ട് ചെയ്യുള്ളൂ. പിന്നെ ഹിന്ദു വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞ് മറുവശത്ത് ഒരു ഭീകരമായ വോട്ട് ബാങ്ക് ഉണ്ട്. ഇവരെപ്പോഴൊക്കെ ന്യൂനപക്ഷത്തിന്റെ പുറകെ പോയിട്ടുണ്ടോ ഇതിന്റെ അനുഭവിക്കുന്നത്? ഒരു കാര്യം കൂടി പറയാം. അരുണാചൽ പ്രദേശ് ഇപ്പൊ ചൈന കൊണ്ടുപോയി കളയുന്നു. ഇന്ത്യയെ വിരട്ടി നിർത്തിയിട്ട് തങ്ങളുടെ പക്ഷത്തേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുകയാണ് അമേരിക്ക. അതേമാതിരി തന്നെയാണ് മുസ്ലിം. നിങ്ങളെല്ലാം ഇവിടുന്ന് ഓടിക്കും BJP-ക്കെതിരെ തിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ തിരിക്കുകയാണ് മുസ്ലിങ്ങളെ CPM. അവരുടെ ഏറ്റവും വലിയ നികൃഷ്ടവും അതുപോലെ തന്നെ വർഗീയവുമായിട്ടുള്ള നയമാണത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.